ക്വസ്റ്റ്യൻ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഓപ്ഷൻസ് വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, നീണ്ടകര, അഴീക്കൽ. ആൻസർ ഓപ്ഷൻ സി നീണ്ടകര. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകരയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചി. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷ വിഴിഞ്ഞത്ത്. രണ്ടാമത് പ്രത്യാശ വൈപ്പിൻ. മൂന്നാമത് കാരുണ്യ ബേപ്പൂർ. അപ്പോൾ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകര. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചി. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷ വിഴിഞ്ഞം. രണ്ടാമത് പ്രത്യാശ വൈപ്പിൻ. മൂന്നാമത് കാരുണ്യ ബേപ്പൂർ. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ മത്സ്യഗ്രാമം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ മത്സ്യഗ്രാമം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി ഒരു നെല്ലും ഒരു മീനും. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി മുറ്റത്തൊരു മീൻതോട്ടം. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം വിഴിഞ്ഞം. അപ്പോൾ ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി ഒരു നെല്ലും ഒരു മീനും. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി മുറ്റത്തൊരു മീൻതോട്ടം. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം വിഴിഞ്ഞം. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ KSIDC കീഴിൽ മെഗാ സീ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് പള്ളിപ്പുറം, ചേർത്തല, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ പൊമ്പാനോ ഹാച്ചറി വറ്റ മത്സ്യം കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം പുതിയങ്ങാടി. കേരളത്തിലെ ആദ്യ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത് ഓടയം, തിരുവനന്തപുരം. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ മെഗാ സീ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ചേർത്തല, ആലപ്പുഴയിലെ പള്ളിപ്പുറത്ത്. കേരളത്തിലെ ആദ്യ പൊമ്പാനോ ഹാച്ചറി വറ്റ മത്സ്യം കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം പുതിയങ്ങാടിയിൽ. കേരളത്തിലെ ആദ്യ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ ഓടയം. അടുത്ത ക്വസ്റ്റ്യൻ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ഓപ്ഷൻസ് ചീമേനി, ബ്രഹ്മപുരം, കായംകുളം, നല്ലളം. ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മപുരം. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ: 1 ബ്രഹ്മപുരം താപവൈദ്യുത നിലയം, 2 നല്ലളം ഡീസൽ പവർ പ്ലാന്റ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം 1997. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ് കോഴിക്കോട്. ഉൽപാദനശേഷിയുടെ അടിസ്ഥാനത്തിൽ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് നല്ലളം. അപ്പോൾ KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പവർ പ്ലാന്റും. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം 1997. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ് കോഴിക്കോട്. ഉൽപാദനശേഷിയുടെ അടിസ്ഥാനത്തിൽ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് നല്ലളം. കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയം NTPC താപനിലയം 1999. NTPC താപനിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചുളത്തെരുവ്, ആലപ്പുഴ. അപ്പോൾ കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയം NTPC താപനിലയം 1999. NTPC താപനിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചുളത്തെരുവ്, ആലപ്പുഴ.
കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ. കായംകുളം നിലയത്തിലെ ഇന്ധനം നാഫ്ത, ജില്ല ആലപ്പുഴ. ബ്രഹ്മപുരം ഇന്ധനം ഡീസൽ, ജില്ല എറണാകുളം. നല്ലളം ഇന്ധനം ഡീസൽ, ജില്ല കോഴിക്കോട്. ചീമേനി ഇന്ധനം പ്രകൃതിവാതകം, ജില്ല കാസർഗോഡ്. അപ്പോൾ കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ: കായംകുളം ഇന്ധനം നാഫ്ത, ജില്ല ആലപ്പുഴ. ബ്രഹ്മപുരം ഇന്ധനം ഡീസൽ, ജില്ല എറണാകുളം. നല്ലളം ഇന്ധനം ഡീസൽ, ജില്ല കോഴിക്കോട്. ചീമേനി ഇന്ധനം പ്രകൃതിവാതകം, ജില്ല കാസർഗോഡ്. NTPCയുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ച സ്ഥലം കായംകുളം. NTPCയുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ച സ്ഥലം കായംകുളം.